പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ രണ്ട് ലോകങ്ങളിലും തൻ്റെ അനുഗ്രഹങ്ങളും മനോഹരവും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്താൽ സമർത്ഥമായി അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ കാലഘട്ടം വല്ലാത്ത പ്രതിസന്ധിയുടെ, വല്ലാത്ത ആവലാതികളുടെ, വേദനയുടെ, ഞെരുക്കങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാതാപിതാക്കന്മാർ ഫോണിലൂടെ ബന്ധപ്പെട്ടു. അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം. അതായത്, വാസ്തവത്തിൽ നമ്മളെല്ലാവരും അവകാശങ്ങളെ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകമെമ്പാടും വിവിധ തരത്തിലുള്ള സംഘടനകൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ തൊഴിലാളി സംഘടനകളുണ്ടായത് അവകാശങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സംഘടനയായിട്ടാണ്. ഇന്ന് ഉദ്ദേശം ലക്ഷ്യമൊക്കെ മാറിക്കാണാം. പക്ഷേ വാസ്തവത്തിൽ തൊഴിലാളികളുടെ അവകാശങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ സംഘടിച്ചതാണ്. അത് ഒരു വാസ്തവവും സത്യവുമാണ്. കാലാന്തരത്തിൽ അതിന് മാറ്റം വന്നു. നാം ഓരോരുത്തരും ഇപ്പോൾ ഒരു പുരോഹിതനായിരിക്കുന്ന, ഒരു വൈദികനായിരിക്കുന്ന ഞാൻ എൻ്റെ അവകാശങ്ങളെ നേടിയെടുക്കാനും സംരക്ഷിക്കാനും ഞാൻ പരിശ്രമിക്കും. ഒരു പിതാവായ, വീട്ടിലെ ഗൃഹനാഥനായ ഒരു മനുഷ്യൻ അവൻ്റെ അവകാശങ്ങളും അധികാരങ്ങളും നിലനിർത്താൻ അവൻ പരിശ്രമിക്കും. അതുപോലെ ഗൃഹനാഥ, അതുപോലെ മക്കൾ, അതുപോലെ സ്കൂൾ അധ്യാപകർ, അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാർ, ഏത് തുറയിൽ നോക്കിയാലും അവകാശങ്ങളെ സംരക്ഷിക്കാനും നേടിയെടുക്കാനും അവർ കൂടുതൽ പരിശ്രമിക്കും. എന്നാൽ അവകാശങ്ങളെ നേടിയെടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി എങ്ങനെയാണ് അതിനെ സംരക്ഷിക്കേണ്ടത്? ഇന്ന് നിങ്ങളുമൊത്ത് ചിന്തിക്കുന്ന ഒരു തിരുവചനം ശുദ്ധമുള്ള സങ്കീർത്തന പുസ്തകം 127 അധ്യായത്തിൻ്റെ 3 തിരുവചനമാണ്. 127 സങ്കീർത്തനം 3 തിരുവചനം. ആ വചനം ഇങ്ങനെയാണ്: മക്കൾ കർത്താവ് തരുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും അഥവാ സമ്മാനവുമാകുന്നു. മക്കൾ ദൈവം തരുന്ന അവകാശവും, യഹോവ തരുന്ന, കർത്താവ് തരുന്ന, ദൈവം തരുന്ന പ്രതിഫലം അഥവാ സമ്മാനവുമാകുന്നു. ദൈവം നമുക്ക് തരുന്ന, മനുഷ്യന് അവകാശമായി തരുന്ന വലിയ അനുഗ്രഹമാണ് മക്കളെന്നാണ് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. മക്കൾ അവകാശമാണെങ്കിൽ നേടിയെടുക്കാൻ നമുക്ക് അർഹതയുണ്ട്. അവകാശങ്ങളെ അർഹമാതയോടുകൂടെ നമുക്ക് സ്വീകരിക്കാം. എന്നാൽ അത് നന്നായിട്ട് നിലനിർത്താൻ എന്താണ് പരിശ്രമം? ഇന്ന് പല കുടുംബങ്ങളിൽ നോക്കിയാലും അസ്വസ്ഥമാണ്. ബാറാസീറയുടെ പുസ്തകം അഥവാ പ്രഭാഷകൻ്റെ പുസ്തകം 42 അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യം, വചനം എങ്ങനെയാണ്: മകൾ സ്വയം അറിയാതെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നു. ഒരു പിതാവിന് ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ ജനിക്കുന്ന സമയം മുതൽ ആ മകൾ അറിയാതെ ആ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അവളെക്കുറിച്ചുള്ള വിചാരം അവൻ്റെ നിദ്ര, അവൻ്റെ ഉറക്കം അപഹരിച്ചു കളയുന്നു. ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ ആ നിമിഷം മുതൽ ആ പിതാവിന് നിദ്ര നഷ്ടപ്പെടുന്നു. നോക്കൂ, നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല ഈ തിരുവചനം എഴുതപ്പെട്ടത്. യുഗങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലോകമെമ്പാടുമുള്ള പെൺകുഞ്ഞുങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട് എഴുതപ്പെട്ട തിരുവചനമാണിത്. അവളെക്കുറിച്ചുള്ള വിചാരം അവൻ്റെ നിദ്ര അപഹരിച്ചു കളയുന്നു. യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ എന്നും വിവാഹത്തിന് ശേഷം അവൾ ഭർത്താവിന് അഹിതയാകുമോ അഥവാ അനിഷ്ടയാകുമോ എന്നും
ഓർത്ത് ആകുലനാകുന്നു. ഇനി അവൾ കന്യകയായിരിക്കുമ്പോൾ, ആ കുഞ്ഞ് ജനിച്ച് വളർന്ന് കൗമാരത്തിലൊക്കെ ആയി അവൾ കന്യകയായിരിക്കുമ്പോൾ, വിവാഹത്തിന് മുമ്പ് അവൾ കളങ്കിതയും പിതൃഭവനത്തിൽ വച്ച് ഗർഭിണിയുമാകുമോ എന്ന് ഭയപ്പെടുന്നു. അയ്യോ, കുഞ്ഞ് വന്നില്ലല്ലോ, കുഞ്ഞിനെന്ത് പറ്റി, സ്കൂളിൽ പോയി അല്ലെങ്കിൽ കോളേജിൽ പോയി എത്തിയില്ലല്ലോ. അപ്പന് വല്ലാത്ത ആവലാതിയാണ്. ആരെങ്കിലും കൊച്ചിനോട് വല്ലതും പറഞ്ഞോ, ആരെങ്കിലും കൊച്ചിനെ കളിയാക്കിയോ, ഇത്തരത്തിലുള്ള ആവലാതികളും ഉത്കണ്ഠകളും ഒരു പിതാവിനെ വേട്ടയാടുകയാണ്. നിരന്തരം അവൻ്റെ ഉറക്കം കളയുകയാണ്. തീർന്നില്ല. ഇനി അവളെ കല്യാണം കഴിച്ച് അയച്ചു നോക്കിയാൽ ഭർത്തൃമതിയെങ്കിൽ അവിശ്വസ്തയോ വന്ധിയോ ആകുമോ എന്നും ശങ്കിക്കുന്നു. എൻ്റെ മകള് ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവിൻ്റെ കൂടെ സന്തോഷത്തോടെയാണോ സുഖത്തോടെയാണോ കഴിയാൻ പറ്റുന്നത് എന്ന് ഓർത്ത് ആ പിതാവ് ആകുലനാവുകയാണ്. തിരുവചനം പഠിപ്പിക്കുകയാണ്. ബാറാസീറയുടെ പുസ്തകം അഥവാ പ്രഭാഷകൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. ഇനി 11-ാമത്തെ വാക്യം കേൾക്കൂ. ദുശ്ശാഠ്യക്കാരിയായ പുത്രിയെങ്കിൽ പുത്രിയെ കർശനമായി സൂക്ഷിക്കുക, അല്ലെങ്കിൽ അവൾ നിന്നെ ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാര വിഷയവും ജനമധ്യേ അപമാനിതനുമാക്കും. സമൂഹത്തിന് മുമ്പിൽ നിനക്ക് ലജ്ജിക്കേണ്ടിയും വരും. നോക്കൂ, ഒരു പെൺകുഞ്ഞിൻ്റെ പിതാവിൻ്റെ വേദനകളെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബാറാസീറായുടെ ഈ പുസ്തകത്തിൽ 42-ാം അധ്യായത്തിൽ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായിട്ട് വിവരിച്ചിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇത് നാം ഓരോരുത്തരുടെയും ആവലാതിയും ഉത്കണ്ഠയുമാണ്. ഇതുപോലുള്ള ഒരാവലാതിയാണ് എൻ്റെ അടുക്കൽ പല മാതാപിതാക്കന്മാരും ഈ ദിവസങ്ങളിൽ പങ്കുവച്ചത്. അച്ഛാ, വല്ലാത്ത അസ്വസ്ഥതയാണ് കുടുംബത്തിൽ. എന്താ സംഭവം? ഇത് പെൺകുഞ്ഞിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ചിലർ അവരുടെ ആൺകുട്ടികളെക്കുറിച്ചാണ് അവർക്ക് പരാതി പറയാനുള്ളത്. നമ്മൾ വായിച്ചു കഴിഞ്ഞതാണ് ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ, ഈ 2021 വർഷത്തിൽ ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ കേരളത്തിലെ ഒരു ലീഡിംഗ് പത്രത്തിൽ ഖണ്ണശ പ്രസിദ്ധീകരിച്ച ഒരു സംഭവമുണ്ട്. 2-3 ദിവസം ഒരു ലേഖന പരമ്പര തന്നെ വന്നിരുന്നു. ഈ കളി എന്ന് പറഞ്ഞുള്ള ഒരു ലേഖന പരമ്പരയായിരുന്നു അത്. ഈ കളി, ഈ മീൻസ് ഇലക്ട്രോണിക്, അതായത് എല്ലാവരും ഇന്ന് ഓൺലൈൻ യുഗത്തിലാണ്. വലിയ മഹാവ്യാധി ഈ പാൻഡമിക് നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്ത് മാത്രമല്ല, ലോകമെമ്പാടും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു കഴിഞ്ഞു. അനേകർ നീക്കം ചെയ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ രോഗികളായി തീർന്നതിനേക്കാൾ ഉപരി കുടുംബങ്ങളിൽ അതിൻ്റെ പാർശ്വഫലങ്ങളായി, അതിൻ്റെ അനന്തരഫലങ്ങളായി കുടുംബങ്ങളിലെ അസ്വസ്ഥതകൾ ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുകയാണ്. ജോലിക്ക് പോകുന്നില്ല, സാമ്പത്തിക ഞെരുക്കമുണ്ടാകുന്നു, പുറത്തിറങ്ങാൻ വയ്യ, ഒരാൾ ചെയ്യുന്ന മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അസ്വസ്ഥതകളും ആവലാതികളും വേട്ടയാടിയപ്പോൾ മനുഷ്യന് നിരാശ വന്നു, കോപം വന്നു. അത് കലഹത്തിലേക്കും പിണക്കത്തിലേക്കും വൈഷമ്യങ്ങളിലേക്കും തിരിഞ്ഞു. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന ഒരു കാലഘട്ടം. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ കാലഘട്ടം ഒത്തിരിയേറെ സാങ്കേതിക വിദ്യകളുടെ നേട്ടങ്ങളാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ കാലത്ത് ഓൺലൈൻ ആയിട്ടാണ് നമ്മുടെ കുടുംബങ്ങളിലല്ല, ലോകം മുഴുവനും പല സ്ഥലങ്ങളിലും വ്യാപാരം നടക്കുന്നത്, പ്രഭാഷണങ്ങൾ നടക്കുന്നത്, ക്ലാസ്സുകൾ നടക്കുന്നത്, എല്ലാം ഓൺലൈനായിട്ടാണ്. ഓൺലൈൻ അല്ലെങ്കിൽ ഈ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം നമ്മൾ അനുഭവയോഗ്യമാക്കേണ്ടതാണ്, അനിവാര്യമാണ്, ഒഴിവാക്കാൻ പറ്റാത്തതാണ്. പക്ഷേ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇതിന് മെച്ചങ്ങളെക്കാൾ, പ്രയോജനങ്ങളെക്കാൾ, നേട്ടങ്ങളെക്കാൾ ശക്തമായ എതിർവശവുമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം.
അതാണ് ഈ കുടുംബങ്ങളുടെ പ്രശ്നമായിട്ട് എന്നെ സമീപിക്കാൻ, എന്നെ വിളിക്കാൻ കാരണമായി തീർന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, പല കുടുംബങ്ങളിലും ഈ അസ്വസ്ഥത നിലനിൽക്കുകയാണ്. ഒരു ആൺകുട്ടി, അവന് സ്കൂളിൽ പഠിക്കുന്നേ ഉള്ളൂ. അവന് ഒരു 12-13 വയസ്സ് പ്രായമായി കാണും. അങ്ങനെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവൻ വീട്ടിൽ വന്നാൽ കതകടച്ച് വീടിനകത്ത് കയറിയിരിക്കും. എന്താ? പഠിക്കാനുണ്ട്, നോട്ട്സ് എഴുതാനുണ്ട്, കതകടച്ച് വീടിനകത്ത് കയറിയിരിക്കും. മറ്റൊരു കുട്ടി 10ാം ക്ലാസ്സിലാണ്, അവനും ഓൺലൈനിലാണ്, എപ്പോഴും കതകടച്ചിരിക്കുകയാണ്. അപ്പനും അമ്മയും, ഞാൻ പറഞ്ഞു, അപ്പം നിങ്ങളെന്താ നോക്കാതിരുന്നത്? അച്ഛാ, കൊച്ചു പഠിക്കുകയാണെന്നല്ലേ ഞങ്ങളുടെ വിചാരം. അവന് നോട്ട്സ് എഴുതാനുണ്ട്. എന്ത് ചോദിക്കുമ്പോഴും ആഹാരം കഴിക്കാൻ വിളിച്ചാൽ പോലും അവന് നോട്ട്സ് എഴുതി തീർക്കാനുണ്ട്, നോട്ട്സ് ടീച്ചറിന് സബ്മിറ്റ് ചെയ്യാനുണ്ട്, ക്ലാസ് നടക്കാനുള്ളതാണ് എന്നെല്ലാം പറയും. അങ്ങനെ പറയുമ്പോൾ വാസ്തവത്തിൽ അപ്പനും അമ്മയും അത് സ്വീകരിക്കും. പക്ഷേ അവൻ നോട്ട്സ് എഴുതുകയല്ല, അവൻ്റെ ലഭ്യമായിട്ടുള്ള മൊബൈൽ ഫോൺ, എല്ലാ സംവിധാനങ്ങളുമുള്ള പുതിയ ആധുനിക സ്മാർട്ട് ഫോൺ, ആ സ്മാർട്ട് ഫോൺ ഓൺ ചെയ്തിട്ട് ക്ലാസ്സിലേക്ക് ഒന്ന് കയറിയിട്ട് അടുത്തത് അവൻ്റെ വേറെ മേഖലകളിലേക്ക് ഓൺലൈനിലൂടെ അവൻ പരതുകയാണ്. അവൻ ഗെയിംസിൽ, കളികളിൽ ഏർപ്പെടുകയാണ്. വേറെ പല അവിഹിതമായ, ശാസ്യമല്ലാത്ത പല കാര്യങ്ങളിലും അവൻ ഈ ഫോണിൽ ഏർപ്പെടുകയാണ്. ഇങ്ങനെ വന്ന് കൊച്ചിന് ഭയങ്കര ദേഷ്യം, ഭയങ്കര എടുത്തിയാട്ടം. അപ്പനോ അമ്മയോ ഒരു പ്രാവശ്യം വിളിച്ചാൽ ഭയങ്കര ചാട്ടമാണ്. അതുകൊണ്ടാണ് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവരാൻ കാരണം. ഈ കൊച്ചിനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ, ഇവർ പോലീസുകാരെ പോലെ, കള്ളനെ പോലീസ് പിടിക്കുന്നത് പോലെ അല്ലെങ്കിൽ നോക്കുന്ന പോലെ വാച്ച് ചെയ്യുന്ന പോലെ എന്നെ വെച്ച് വാച്ച്. ഞാൻ പറഞ്ഞു, നിനക്ക് ഏത് കള്ളനെ പോലീസ് വാച്ച് ചെയ്യുന്നതാണ് നീ മനസ്സിലാക്കിയിട്ടുള്ളത്? അതൊക്കെ നമുക്ക് അറിയില്ല അച്ഛാ. ഈ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ എന്നോട് പറയുന്ന മറുപടിയാണ്. എന്തിനും ഏതിനും അവന് ഭയങ്കര ദേഷ്യവും ശാഠ്യവുമാണ്. വേറൊരു പയ്യൻ്റെ കാര്യം പറയാം. അവൻ പൈസ അപ്പനറിയാതെ, അപ്പൻ്റെ വീട്ടിൽ നിന്ന് കടകളിലൊക്കെ പോകുന്നവനാണ് മിക്കവാറും ഒക്കെ, പിന്നെ ഗൂഗിൾ പേ വഴിയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഫോണിൽ അപ്പൻ്റെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. ഇവനാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഫോണിൽ അപ്പനേക്കാൾ കൂടുതൽ വിജ്ഞാനമുള്ളത് ഈ മകനാണ്. അതുകൊണ്ട് സാധനങ്ങൾ വാങ്ങാനായിട്ടെല്ലാം ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ പേ ചെയ്തൊക്കെ ഇവനാണ്. ഇവനറിയാം അപ്പൻ്റെ പിന്നെ ATM കാർഡും സംവിധാനങ്ങളും പൈസ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവനറിയാം. ഇവൻ കളികളിലേർപ്പെട്ട് പൈസ അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു, ഒത്തിരി പൈസ നഷ്ടപ്പെട്ടു. അപ്പൻ അന്വേഷിച്ചപ്പോൾ ഇത്രയും കാശ് നഷ്ടമായിരിക്കുന്നു. എന്താ ഈ പണം നഷ്ടമാവാൻ കാരണം? അന്വേഷിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് മോനാണ് ഇത് വിനിയോഗം ചെയ്തു പോയത്. എന്നാൽ അവൻ വീട്ടിലേക്കൊന്നും നേടുകയോ വീട്ടിൽ നിന്ന് പുറത്തു പോയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ പണം ശൂന്യമായിപ്പോയി, ഇല്ലാതായിപ്പോയി. അനുഗ്രഹിക്കപ്പെട്ടവരെ, വല്ലാത്തൊരു കെടുതിയിലേക്ക് മാതാപിതാക്കൾ എത്തിക്കഴിഞ്ഞു. കുടുംബം പൂർണ്ണമായി അസ്വസ്ഥതയിലേക്ക് എത്തിക്കഴിഞ്ഞു. അദ്ദേഹം പറയുകയാണ്, അച്ഛാ, എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയല്ലേ അധ്വാനിച്ചത്. അതെ, മക്കൾക്ക് വേണ്ടി അധ്വാനിക്കണമെന്ന് തിരുവചനവും പഠിപ്പിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കണം. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കണം, അനിവാര്യമാണ്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും വേണം. പക്ഷേ ഈ സമ്പാദിക്കുമ്പോഴൊക്കെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ബലിയാടുകളാക്കരുത്. കുഞ്ഞുങ്ങളെ നിങ്ങൾ അവിഹിതത്തിന് വിട്ടുകൊടുക്കരുത്, അനാശാസ്യത്തിന് വിട്ടുകൊടുക്കരുത്. അതെങ്ങനെയാ വെച്ചാൽ, ഇവർ ഈ അകത്ത് കയറിയിരുന്ന് മൊബൈലിൽ നോക്കുമ്പോൾ നമുക്കെങ്ങനെ അറിയാൻ പറ്റും? അവർ പഠിക്കുകയാണെന്നല്ലേ പറയുന്നത്. ഞാൻ പറഞ്ഞു, അതറിയാനൊക്കെ ഇന്ന് ആധുനിക സംവിധാനങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഓൺലൈനിൽ ലഭ്യമാകുന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഫോണും ഓൺലൈൻ സംവിധാനങ്ങളും
കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാൻ മാതാപിതാക്കൾക്ക് വേറെ ഫോണിലൂടെ സാധിക്കും. അത് പല മാതാപിതാക്കളും അറിഞ്ഞിട്ടില്ല. ഇനി മറ്റൊരു കഥ കേൾക്കണ്ടേ? അത് വളരെ സങ്കടകരമായൊരു സംഭവമാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു പയ്യൻ, അവനിച്ചിരി വളർന്നു, ശരീരമൊക്കെ വലിയ ശരീരമാണ്. അവൻ ഫോണിലൂടെ ഒരു സ്ത്രീയുമായിട്ട് സ്നേഹത്തിലായി, പ്രണയത്തിലായി. കണ്ടിട്ടില്ല, ദൂരെ ഫോണിലൂടെ ഇങ്ങനെ പടത്തിലെ മുഖം മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഒരു ദിവസം നേരിൽ കാണാൻ വേണ്ടി ഇവർ ഏർപ്പാടാക്കുകയാണ്. നേരിൽ കാണാൻ ഏർപ്പാടാക്കി ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ ഈ കുഞ്ഞ് കാണുന്നത് അവൻ്റെ അമ്മയേക്കാൾ പ്രായമുള്ള ഒരു സ്ത്രീയെ. അവനാകെ ഡെസ്പായി. ആലോചിച്ച് നോക്കൂ, ഇത് കുഞ്ഞുങ്ങളെ മാത്രമല്ല, ഈ ഓൺലൈൻ വ്യാപാരങ്ങളും ബന്ധങ്ങളും സംസാരങ്ങളും വിഹിതമല്ലാതെ ഉപയോഗിക്കുമ്പോൾ കുടുംബം ശിഥിലമാകുകയാണ്. 35-40 വയസ്സുള്ള മധ്യവയസ്കരായ പലരും അവിഹിതമായ ബന്ധങ്ങളിലേക്ക് തിരിയുകയാണ് ഈ ഓൺലൈനിലൂടെ. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരികയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, മക്കൾ ദൈവം തരുന്ന അവകാശമാണ്. അത് ദൈവം തരുന്ന സമ്മാനമാണ്, പ്രതിഫലമാണ്. അതിനെ, അവകാശത്തിനെ സംരക്ഷിക്കാൻ നമുക്കോരോരുത്തർക്കും ബാധ്യതയുണ്ട്. എന്നാൽ അത് അവിഹിതമാകാതെ വിഹിതമായ നിലയിൽ, ന്യായമായ നിലയിൽ അതിനെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഇതിനേക്കാൾ വലിയ ഒരു സംഭവം ഇനി വരാനിരിക്കുകയാണ്. ഇപ്പോൾ ഈ 2021 ഡിസംബർ മാസത്തോടു കൂടെ ഒരു പ്രധാന ട്രെയിനിങ് നടക്കാൻ പോകുന്നു നമ്മുടെ നാട്ടിലൊക്കെ. ഇപ്പോൾ ഡിജിറ്റൽ മണി എന്ന് പറയുന്നൊരു സംവിധാനം വരികയാണ്. ഡിജിറ്റൽ മണി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നമ്മൾ പണമൊക്കെ കൈകൊണ്ടെടുത്ത് എണ്ണി തിട്ടപ്പെടുത്തിയൊക്കെ കൊടുക്കും. ഇനി കയ്യിലെടുത്ത് പിടിച്ച് കാണാൻ പറ്റാത്ത വിധത്തിൽ എല്ലാം ഡിജിറ്റലായി തീരുകയാണ് പണം. അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ കാലമാണ് അടുത്ത് വരാൻ പോകുന്നതൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധമുള്ള വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. ആ വചനം ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വായിക്കാം. നോക്കൂ. മൃഗത്തിൻ്റെ നാമമോ നാമത്തിൻ്റെ സംഖ്യയോ മുദ്രയടിക്കപ്പെടാത്തവർക്ക്, മൃഗത്തിൻ്റെ നാമമോ നാമത്തിൻ്റെ സംഖ്യയോ മുദ്രയടിക്കപ്പെടാത്തവർക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യമാക്കാൻ വേണ്ടിയായിരുന്നു അത്. അതായത് പൈസയുടെ ക്രയവിക്രയങ്ങൾ ഇനി പ്രത്യേക സംവിധാനത്തിലൂടെ മാത്രമേ നടക്കൂ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കണ്ടെത്തി ശുദ്ധമുള്ള യോഹന്നാൻ ശ്ലീഹായ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണത്. വെളിപാട് പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നേരിട്ട് വെളിപ്പെടുത്തി കൊടുത്ത വലിയ സത്യങ്ങളാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും, അഥവാ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇവിടെ പറയുകയാണ്, ഇങ്ങനെ ഒരു ഡിജിറ്റൽ യുഗം വരുന്നതിൻ്റെ മുൻകൂട്ടിയുള്ള പ്രവചനമാണ് നമ്മളിവിടെ കാണുന്നത്. മൃഗത്തിൻ്റെ നാമമോ നാമത്തിൻ്റെ സംഖ്യയോ മുദ്രയടിക്കപ്പെടാത്തവർക്ക് കൊടുക്കൽ വാങ്ങൽ. ഇപ്പോൾ ആധാർ കാർഡ്, അതുപോലെ പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, ഇതെല്ലാം പരസ്പരം ലിങ്ക് ചെയ്തിരിക്കണം. ഒരാളുടെ ഒരു കൈവിരൽ വയ്ക്കുകയോ കണ്ണിൻ്റെ കൃഷ്ണമണി കിട്ടുകയോ ചെയ്താൽ ഒന്ന് നോക്കിയാൽ മതി, അവൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഭംഗിയായിട്ട് ഡിജിറ്റലായിട്ട് കാണാനുള്ള സംവിധാനമാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എത്രമാത്രം ശ്രദ്ധയോടെ പിശാചിന് കീഴ്പ്പെടാതെ, ഈ മൃഗത്തിന് കീഴ്പ്പെടാതെ, ദുഷ്ടശക്തിക്ക് കീഴ്പ്പെടാതെ നമ്മൾ ഉത്സാഹശീലരായിരിക്കണമെന്നാണ് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ശ്രദ്ധിക്കുക നിങ്ങൾ. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകണമെങ്കിൽ അതിന് ജീവനുള്ള, ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിന് മാത്രമേ പിശാചിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കാനും കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും നൽകുവാനും നമുക്ക് കഴിയും. അനുഗ്രഹിക്കപ്പെട്ടവരെ, ആധുനിക കാലഘട്ടത്തിൻ്റെ വല്ലാത്ത കരാള ഹസ്തങ്ങളിൽ നമ്മൾ പെട്ട് ഉഴലുമ്പോൾ, വേദനിക്കുമ്പോൾ, ഞെരുങ്ങുമ്പോൾ, മാനസികമായി വേദന അനുഭവിക്കുമ്പോൾ നമുക്ക്
ആശ്വാസം ലഭിക്കാൻ മറ്റൊരു സങ്കേതവുമില്ല, മറ്റൊരു ആശ്രയവുമില്ല. ജീവിക്കുന്ന കർത്താവായ യേശു മിശിഹ മാത്രമാണ് നമുക്ക് സമാധാനം നൽകുന്നത്. അതെ, ആ ദൈവത്തിൻ്റെ സമാധാനത്തിലായിരിക്കാൻ ഉയർത്തെഴുന്നേറ്റ മിശിഹ തമ്പുരാൻ തൻ്റെ സ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവർക്ക് സമാധാനം ആശംസിച്ചു. അതെ, ആ സമാധാനം എപ്പോഴും അനുഭവയോഗ്യമാക്കി തീർക്കാൻ നമ്മൾ ഉത്സാഹത്തോടെ കാത്തിരിക്കുക എന്നുള്ളതാണ് നമുക്ക് അഭികാമ്യമായിട്ടുള്ളത്. കാലഘട്ടത്തിൻ്റെ പ്രത്യാഘാതങ്ങളെ വലിയ ശക്തമായ രീതിയിൽ തന്നെ മനസ്സിലാക്കി അനുസരിച്ച് ജീവിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും നമുക്കുണ്ട്. വചനം പഠിപ്പിക്കുകയാണ്, മക്കളെ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. മക്കൾ ദൈവം തരുന്ന അവകാശമാണെങ്കിൽ അവനെ ആ വിധത്തിൽ വളർത്തിയെടുക്കാനുള്ള ബാധ്യതയും ആർക്കുണ്ട്? അതിനെ അവകാശത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യതയും ആർക്കുണ്ട്? മാതാപിതാക്കൾക്കുണ്ട്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക എന്ന് സ്വദേശവാക്യങ്ങളുടെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്, മനസ്സിലാക്കി തരികയാണ്. അവൻ നടക്കേണ്ടുന്ന വഴി ഏതാ? ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമായ വിധത്തിൽ ജീവിക്കാൻ, അസ്വസ്ഥതകളിൽ നിന്ന്, പ്രതികൂലങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അകന്നിരിക്കാൻ അവനെ അഭ്യസിപ്പിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇന്ന് പ്രാർത്ഥിക്കാൻ വീടുകളിൽ നേരം കണ്ടെത്തുന്നില്ല. വചനപാരായണത്തിനോ വചനശ്രദ്ധയ്ക്കോ സമയം കിട്ടുന്നില്ല. എപ്പോഴും ഓൺലൈനിൽ ക്ലാസ് ഉണ്ട്, ഓൺലൈനിൽ വേറെ പരിപാടികളുണ്ട്, എന്തും ഏതും ഓൺലൈനിലാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, തമ്പുരാൻ്റെ സന്നിധിയിൽ താഴ്മയോടെ ഇരുന്ന് വിനയത്തോടെ ഹൃദയത്തെ പകരാൻ നമുക്ക് കഴിയുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദൃശ്യമായ കരങ്ങളാൽ നമ്മെ സമാധാനത്തിലേക്ക്, ഐശ്വര്യത്തിലേക്ക്, സമൃദ്ധിയിലേക്ക് കരം പിടിച്ച് നടത്തും. അതാണ് ശുദ്ധമുള്ള മത്തായിയുടെ രക്ഷാസുവിശേഷം 11-ാം അധ്യായത്തിൽ കർത്താവായ യേശു മിശിഹ തൻ്റെ ജീവനുള്ള തിരുവായ് കൊണ്ട് അരുളി ചെയ്തത്. എന്താ പറഞ്ഞത് തമ്പുരാൻ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതെ, നമുക്ക് ആശ്വാസം തരാൻ, നമ്മുടെ ഭാരങ്ങളെ മാറ്റിവെക്കാൻ, നമ്മുടെ അധ്വാനങ്ങൾക്ക് ഒരു പൊറുതി കിട്ടാൻ വേറൊരാശ്രയമില്ല. ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തു മാത്രം. ആ തമ്പുരാൻ പറയുന്നു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഒരു വൈദ്യനോ ഒരു മരുന്നിനോ സഹായമല്ലാത്ത, നമുക്കറിയാം ഈ ജൂലൈ മാസത്തിൽ പത്രത്തിൽ വന്ന ആ പരമ്പരയിൽ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള പ്രഗത്ഭന്മാരായ പ്രസിദ്ധന്മാരായ മനഃശാസ്ത്രജ്ഞന്മാരും മറ്റു ഡോക്ടർമാരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ഒക്കെ അതിൽ പ്രതികരിച്ചിരുന്നു. എന്നാൽ അതെല്ലാം പരിമിതികൾക്കുള്ളിലാണ്. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരി ജീവനുള്ള കർത്താവായ യേശു മിശിഹ കൽപ്പിക്കുന്നു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. വേറൊരു മാർഗമല്ല പറയുന്നത്, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവീൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരികയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവീൻ. അതായത് ഈ തിരുവചനത്തിൽ ആശ്രയിക്കുക. വചനമാണ് ദൈവം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ശുദ്ധമുള്ള യോഹന്നാൻ്റെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. വചനമാകുന്ന യേശു, ആ യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക, ആ യേശുവിൽ നിന്ന് പഠിക്കുക, വചനത്തിൽ നിന്ന് പഠിക്കുക. വചനമായ ദൈവം എന്നെയും നിങ്ങളെ സംരക്ഷിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകട്ടെ. ഒരു മനുഷ്യന് സമൃദ്ധമായി ആശ്വാസമായി ജീവിക്കാനുള്ള എല്ലാ വശങ്ങളും ഈ വചനത്തിൽ നമുക്ക് ലഭ്യമാകുന്നു. എഫേസോസിൻ്റെ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വിശുദ്ധനായ ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവായ ദൈവം നമ്മോട് കൽപ്പിക്കുകയാണ്, മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങൾ അനുസരിപ്പീൻ. മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങൾ അനുസരിപ്പീൻ. നമ്മുടെ മക്കൾ
നമ്മളെ അനുസരിക്കണമെങ്കിൽ നമ്മൾ നമ്മളുടെ മാതാപിതാക്കളെ അനുസരിക്കുന്ന ശീലമുള്ളവരായി കാണണം. അതാണ് അവർക്ക് മാതൃക. തീർന്നില്ല. കൊലോസോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം, മാതാപിതാക്കളെ സകലത്തിലും നിങ്ങൾ അനുസരിപ്പിൻ. സകലത്തിലും, സകല കാര്യത്തിലും മാതാപിതാക്കളെ അനുസരിക്കുവാനാണ് വചനം പ്രബോധിപ്പിക്കുന്നത്. ഇന്ന് ഈ അനുസരണയും ഈ സഹനവും സഹിഷ്ണുതയുമൊക്കെ എവിടെ കിട്ടും? ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഓരോ കുടുംബങ്ങളും നയിക്കപ്പെടുന്നത് മാതാപിതാക്കന്മാരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ല, മറിച്ച് കുഞ്ഞുങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ്. ഈ കാലഘട്ടത്തിൽ ഈ കൊച്ചു കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലൊക്കെ പൊതുവെ ഓരോ കുടുംബങ്ങളും നയിക്കപ്പെടുന്നത് കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. കാരണം മക്കൾക്ക് വേണ്ടിയാണ് മാതാപിതാക്കൾ ജീവിക്കുന്നത്. ശരിയാ, ജീവിക്കണം. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അവരെല്ലാവരും സുഖമായി എൻ്റെ മക്കൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം, ഏറ്റവും നല്ല സൗകര്യങ്ങൾ, ഏറ്റവും നല്ല വീട്, ഏറ്റവും നല്ല വിദ്യാഭ്യാസം, എല്ലാം ഏറ്റവും നന്നായി കൊടുത്ത് അവരുടെ തന്നെ സുരക്ഷയ്ക്ക് മതിയായ സംവിധാനങ്ങൾ ലഭ്യമാക്കാൻ പറ്റാത്ത വിധത്തിൽ അവരെ ആക്കിയെടുക്കുകയാണ് ഇന്നത്തെ മാതാപിതാക്കൾ. പണ്ടൊക്കെ നമുക്കറിയാം, ഒരു കുട്ടി അവൻ്റെ തന്നെ ശരീരം സൂക്ഷിക്കാനും അതിനെ തന്നെ സംരക്ഷിക്കാനും അവന് കഴിയുമായിരുന്നു. ഇന്നത്തെ കുഞ്ഞുങ്ങൾ സാധാരണ നമുക്കറിയാം, നാട്ടിലെ 2 തരം കോഴികളുണ്ട്, നാട്ടുകോഴിയും ഇറച്ചിക്കോഴികളും. നാട്ടിലെ കോഴി, നാടൻ കോഴി എന്ന് പറഞ്ഞാൽ ഒരു കല്ലെടുത്താൽ മതി, കല്ലെടുത്ത് വീക്കാൻ തുടങ്ങി അത് ഓടി പറന്ന് രക്ഷപ്പെട്ടു പോകും. പക്ഷേ ഒരു വളർത്തു കോഴിയെ, ഒരു ഇറച്ചിക്കോഴിയെ പിടിക്കാൻ ചിലപ്പോൾ അത് ഒന്നങ്ങോട്ട് 2 സ്റ്റെപ്പ് വച്ചിട്ട് അതിനധികം ഓടാൻ പറ്റും, അത് അവിടെ നിൽക്കും. അതിന് സ്വയരക്ഷയ്ക്കുള്ള പ്രാപ്തിയില്ല. നോക്കൂ, നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഓരോ കുഞ്ഞുങ്ങളും അങ്ങനെയല്ലേ? ഏറ്റവും സുഭിക്ഷമായ ഭക്ഷണം കൊടുത്ത് ആ നിലയിൽ അവരുടെ തന്നെ സുരക്ഷയെ സംരക്ഷിക്കാൻ അവർക്ക് സാധിക്കാത്ത വിധത്തിൽ അവരാക്കിയെടുക്കുന്നതിന് ഉത്തരവാദികൾ മാതാപിതാക്കളാണ്. അവരെ നല്ല വിധത്തിൽ അഭ്യസിപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ. ഈ പ്രതിസന്ധിയിൽ അതിജീവിക്കാൻ സർവശക്തനായ ദൈവത്തിന് മാത്രമേ നമ്മെ സഹായിക്കാൻ കഴിയൂ. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് വരാം. നമുക്ക് കണ്ണുകളടച്ച് തമ്പുരാൻ്റെ സന്നിധിയിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവായ യേശുവേ, അങ്ങ് കുരിശിൽ ഇത്തരത്തിൽ വല്ലാത്ത പീഡയും വേദനയും സഹിച്ചത് എനിക്ക് വേണ്ടിയാണല്ലോ, എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണല്ലോ നാഥ. അങ്ങയുടെ ശരീരം മുഴുവനും കീറി മുറിക്കപ്പെട്ട് വേദന അനുഭവിച്ചത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണല്ലോ കർത്താവേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് അങ്ങയുടെ പീഡയാൽ, അങ്ങയുടെ കുരിശുമരണത്തിലാൽ, അങ്ങയുടെ യാഗത്തിൻ്റെ ശക്തിയാൽ ആശ്വാസം ലഭിക്കണമേ. ഞങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങൾക്കുള്ള സകലത്തെയും അങ്ങയുടെ തൃപാദങ്ങളിലേക്ക് വിനയത്തോടെ സമർപ്പിക്കുന്നു. നാഥാ, അങ്ങ് ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ. ബുദ്ധിക്ക് പ്രകാശം നൽകണമേ, ശരീരത്തിന് സൗഖ്യം നൽകണമേ, മനസ്സിന് സന്തോഷം നൽകണമേ, ആത്മാവിന് വിടുതൽ നൽകണമേ. ഞങ്ങളുടെ മക്കൾ ഏർപ്പെടുന്ന തലങ്ങളിലെല്ലാം അനുഗ്രഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ നല്ല ഉറവ അവർക്ക് തുറന്നു കൊടുക്കണമേ. ദൈവമേ, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്നവരും ദൈവത്തെ പ്രീതിപ്പെടുന്നതുമായി വളരുവാൻ ഈ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ കർത്താവെ, അങ്ങയെ പ്രസവിച്ച ശുദ്ധിമതിയായ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അങ്ങയോട് അപേക്ഷിക്കുന്നു. വിശുദ്ധന്മാരും മാലാഖമാരും ഞങ്ങൾക്ക് വേണ്ടി അങ്ങയോട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥനകളെ കേട്ട് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശു മിശിഹായുടെ ജീവനുള്ള വിലയേറിയ വലിയ നാമത്തിൻ്റെ ശക്തിയിൽ അഭയപ്പെട്ട് ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളി സഹായിക്കുമാറാകണമേ. ആമേൻ.